എൻ്റെ പേര് സാംജി ജേക്കബ്. എൻ്റെ വൈഫിൻ്റെ പേര് ഫേബ സാം. ഞങ്ങൾ കാർഷിക മേഖലയും അത്യാവശ്യം തയ്യലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ കുടുംബമായിട്ട് കുഞ്ഞു പിള്ളേർ ഒക്കെ ആയിട്ട് ജീവിക്കുന്നതായിരുന്നു. കാർഷിക മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ കാർഷിക മേഖലയിൽ ജീവിക്കുന്ന, എല്ലാത്തിനും സപ്പോർട്ടുള്ളതും ഞങ്ങൾ രണ്ട് ഒരുപോലെ കാർഷിക മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. തയ്യലിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഓടി വന്ന് കാര്യങ്ങൾ നോക്കുക. അപ്പം നമ്മുടെ PH ന്യൂട്രിയൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏലകൃഷിയുണ്ട്, ചെറുതായിട്ടുണ്ട്. ഞാൻ മൈക്രോ ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. പലതും ഓരോ കാര്യങ്ങളിലും ഞാൻ മാറി മാറി കൃഷിയിൽ പരീക്ഷിക്കുന്ന ഒരു കാര്യങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി മാറി മാറി പരീക്ഷണങ്ങളെ നോക്കുന്നൊരു കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാണ് ഈ PH ന്യൂട്രിയൻസിനെ പറ്റി അറിയുന്നതും. സാമ്പിളിന് വേണ്ടി മാത്രം, ഇതെന്താണെന്ന് പോലും അറിഞ്ഞില്ല, സാമ്പിളിന് വേണ്ടി മാത്രം ഒരു 10 പാക്കറ്റ് മേടിച്ച് ഉപയോഗിച്ച് നോക്കുന്നു. ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ എന്നാന്ന് എല്ലാം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഗ്രോത്ത് തന്നെയാണെന്നും മാറ്റങ്ങൾ അറിഞ്ഞിട്ട് ഓരോ ദിവസം വന്ന് ചെക്ക് ചെയ്തിട്ടാണ് വീണ്ടും അതിനെ ഓർഡർ ചെയ്യുന്നതും അത് നമുക്ക് വേണമെന്ന് പറയുന്നതും. എന്നിട്ട് വീണ്ടും ഞാൻ ഇന്നലെ അത് ഓർഡർ ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് കടയിൽ വെച്ചു. നാളെ എൻ്റെ ചെടിക്ക് ഇടണം ധൈര്യമായിട്ട്. ഈ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടൊരു ഒരേ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മഴയൊന്നും വെയിലൊന്നുമില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് നനയ്ക്കണമെന്നൊരു കാര്യം മാത്രം. ഞാൻ ഈ ചെടിയുടെ ഇലക്കവള് തൊട്ടിട്ട് ഡിഫ്യൂസോറിയം, ബാക്കി ഫംഗിസൈഡില്ലേ, ഫംഗിസൈഡ് എല്ലാം അടിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഫംഗസ് എന്ന് പറയുന്ന ഒരു സാധനം നിലവിൽ മാറി വരുന്നുണ്ടെന്ന്, ഫംഗസ് മാറുന്നുണ്ട്. ഫംഗിസൈഡ് ഇലക്കവളിലിട്ട് താഴോട്ട് ഞാൻ ചെയ്തതെങ്ങനെ, ഇലക്കവള് തൊട്ട് താഴോട്ടിട്ട് ചെടിക്ക് ഒരു പാക്കറ്റ് ഇട്ടിട്ട് ഫുള്ള് ചെടിയാലിട്ടിട്ടാണ് വെള്ളം നനച്ച് കൊടുത്തത്. മാറി മാറി വരുന്നുണ്ടെന്ന് ചെടിയുടെ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം മാറി വരുന്നു. അതിൽ നിന്ന് ഫിസിയോറിയം മാറി. പിന്നെ നിമവര, അതിനൊരു നിമവരയ്ക്ക് കൺട്രോൾ ആകുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ മണ്ണിൽ വേരിന് ഗ്രോത്ത് ആകുന്നുണ്ട്. അത്രയും കാര്യങ്ങളും ഞാൻ മണ്ണ് മാന്തി കാണിക്കണം, വേണ്ടല്ലോ, മണ്ണ് മാന്തി കാണിക്കുന്നത്, വേരിന് ഗ്രോത്ത് ആകുന്നുണ്ട്. അപ്പോൾ അത്രയും മാറ്റങ്ങൾ ഈ ഒരു ഇപ്പം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കരുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. അതപ്പോൾ ചെടിക്ക് ഗ്രോത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്പ് ശരം ഗ്രോത്തായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച കൃഷി എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിപ്പോകുന്ന കൃഷിക്കകത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു കുഞ്ഞു കടയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരു കുഞ്ഞു തയ്യക്കടയും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. എന്നാലും കൃഷിക്കകത്തെ കാര്യങ്ങൾ നോക്കിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരു 10 മണിയാകുമ്പോൾ കടയടച്ചിട്ട് പോകും. പിന്നെ കൃഷിക്കകത്ത